ആംബുലൻസ് EMS മറ്റേ മീറ്റിംഗ് എന്നാ ഇത് മനഃപൂർവ്വം കൊല്ലണാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. സോ നമുക്ക് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്ത് തുടങ്ങാനും ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ട്. സോ അപ്പൊ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ മെമ്പേഴ്സിന്റെ അടുത്ത് എല്ലായിടത്തും കേട്ടാ, നിങ്ങളെല്ലാവരും ഹൈറാർക്കിയിലെ സംസാരിക്കാവൂ. ലൈക്ക് അത് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഹൈറാർക്കിയാണ്. ലൈക്ക് നമ്മളെ എന്തുകൊണ്ട് പ്രായത്തിലും നമ്മൾ ഒരുപാട് മൂത്തൊരു ആളാണ്. അപ്പാന്ന് വിളിച്ച് സംസാരിക്കുക എല്ലാവരും. സോ അപ്പൊ ഒഫീഷ്യലി വി ആർ വെൽക്കമിങ് യു ടു TVA അപ്പാപ്പ. അപ്പൊ കറന്റ്ലി നമ്മുടെ കോ ലീഡർ ചന്ദ്രനാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പാപ്പൻ ചന്ദ്രനോട് പറഞ്ഞാൽ മതി. ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, അവർ റെഡിയാക്കി തരും. മരിച്ച ആൾക്കാർ പക്ഷെ ജീവനുള്ള ഒരു പട്ടിയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാം കേട്ടാ എപ്പോഴും. അല്ലല്ല, അതിവിടെ നമ്മുടെ പട്ടിക്കൂടുണ്ട്. അപ്പൊ ഗ്യാങ് ഡ്രസ് അപ്പാപ്പന് യൂസ് ചെയ്യാം, ഗ്യാങ് സെറ്റ്സും കാര്യങ്ങളൊക്കെ ഇതാക്കാം. അപ്പൊ നമ്മള് ഓൾറെഡി ഞാൻ ഇന്ന് ദൈവങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന്. അപ്പൊ അപ്പാപ്പനെ അവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചെയ്യുമ്പോ ഇന്ന് തന്നെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു അവരപ്പം. അപ്പൊ അതൊന്ന് അപ്പൊ ഇന്ന് തന്നെ ഗ്യാങ് റോൾ മേടിക്കാം. അപ്പൊ അപ്പാപ്പൻ്റെ അടുത്ത് ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് ഞാൻ ഡിസ്കോഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഓൾറെഡി. ഓക്കെ, അപ്പൊ ഗ്യാങ് റോളോട് ഒന്ന് മേടിച്ച് ഗ്യാങ് സെറ്റ്സും എല്ലാം ഒന്ന് സെറ്റ് ആക്കിയേരെ. അപ്പൊ അത്രേ ഉള്ളു. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയണ്ടോ? എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഇതേ ചോദ്യം ഞാൻ മെന്നിയോട് ചോദിക്കട്ടെ, കുറച്ച് ചോദ്യങ്ങള്. ചോദിച്ചോ. കൊക്ക ഞാൻ ചോദിക്കാം. ഒരു കയ്യില് അണ്ണന്റെ പപ്പ. വീട്ടുകാരെ ചോദിച്ചൂടന്നേ. ഒരു കയ്യില് മറുകയില് റുബല് പോവും. ആരെ രക്ഷിക്കും? കണ്ണൻ. ഉത്തരം കറക്റ്റാ പറയണം. അടുത്ത് ഒരു കയ്യില് ഞാൻ, ഒറ്റ കയ്യില് വാസവണ്ണൻ. നീ പോയി ചന്ദ്രൻ ചന്ദ്രൻ പോവും. എന്നെ കളഞ്ഞ് പിന്നെ സംശയം ഒരു കയ്യില് എലി, ഒരു കയ്യില് അലീന. അത് കുറച്ച് ഡാർക്കാണ്. രണ്ടുപേരും കളയേണ്ടി വരും. രണ്ടിനെയും കണ്ണിനെ എനിക്ക്. അല്ല അത് പറ്റില്ല. ഒരെണ്ണം പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ എന്തിന്? നീയൊക്കെ ഉത്തരം പറഞ്ഞാടെ, നീയൊക്കെ മൊണ്ടി പറയല്ലേ. അത് പറയണം. നിങ്ങളിപ്പോ നിയമം ഒരാളെ വിടാൻ പറ്റത്തുള്ളതാ, രണ്ടുപേരും പറ്റത്തില്ല. അല്ലെങ്കിൽ അപ്പാപ്പൻ പറയുന്ന മറ്റേ സാധനത്തിൽ പിടിച്ച് തൂങ്ങി കിടക്കുന്നു. അനങ്ങായിരിക്കല്ലേ അനങ്ങായിരിക്കല്ലേ രക്ഷിക്കാൻ പറ. ഞാൻ ചത്ത് കിടക്കുകയാണ്. ഡിസ്കോഡിൽ സംസാരിക്കുന്നവര് അണ്ണാ മറ്റേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് TVA ഫാമിലി കോൾ ടു ആദ്യം വിളിച്ചോളാം. ഇത് കഴിഞ്ഞിട്ട് സംസാരിച്ചോ. എന്താടാ വേറെ ആരും നേരെ കളിച്ചില്ല. എനിക്ക് രസമില്ല ഇത്. ശരി, എന്നാ വേറൊരു ഓപ്ഷൻ ഉണ്ട് എനിക്ക്. നീ കളിക്കോ? നിന്റെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ സ്റ്റോറി ഇടുന്നവരടുത്തൊക്കെ റിപ്ലൈ പറയാൻ നിന്ന ഗൈസ് അത് ഇതാകത്തേ ഉള്ളൂ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, സീരിയസ് ആയിട്ട് ഞാൻ ഇത്രയും ദിവസം ഞാൻ ഈ ദാമുവിന്റെ കേസ് അല്ലാതെ ഞാൻ ആരുടെയും കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ വെറുതെ എനിക്ക് സ്റ്റിൽ മനസ്സിലാവണില്ല. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് നോക്കിയിരിക്കുകയാണ്. അതെ എനിക്ക് അറിഞ്ഞുകൂടാത്ത എന്തിനാണ് വെറുതെ ഇതിനകത്തൊന്നും തലയിടുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പൊക്കൂടെ? വെറുതെ എന്തിനാ നിങ്ങളുടെ പേര് ഇവിടെ
സ്പാം ചെയ്യിക്കേണ്ട സിറ്റുവേഷൻ വരുത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഉപദ്രവിച്ചു എന്ന് പറയില്ല, എനിക്ക് അത് മാത്രമേ ഉള്ളൂ. കറണ്ട് സെനാറിയോയിൽ ഗൈസ് ഇങ്ങനത്തെ സ്റ്റോറീസും അതും ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നതാ. ഞാൻ ഒരാളുടെ പേര് പറയണില്ല ഇവിടെ, മനസ്സിലായോ? ഞാൻ ഒരാളുടെ പേര് പറയണില്ല. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് ഞാൻ ഹേറ്റ് തന്നു അതൊന്നും പറയരുത്. എനിക്ക് എത്ര നാൾ ഒരുമിച്ച് വന്ന ആൾക്കാരാണ്, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തില്ലെങ്കിലും എനിക്കൊന്നും വിളിച്ച് പറയണ്ട നാട്ടുകാരുടെ മുമ്പിൽ. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ ലൈവായിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇത് വാരി ഇടുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് സ്പാം ചെയ്യും. സോ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഗൈസ്, എനിക്ക് അതിനകത്ത് യാതൊരു ഇതുമില്ല. ഞാൻ നിങ്ങളുടെ ബാക്കിയൊക്കെ സ്റ്റോറി ഇടുന്ന ആൾക്കാരുടെ അവരുടെയൊക്കെ ഇഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ പുറകെ വരാനും ഉപദ്രവിക്കാനും എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിന് നിൽക്കത്തുമില്ല, സത്യമായിട്ട് ഞാൻ അതിന് നിൽക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തീർത്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ആരുടെയും പുറകെ വരാൻ ഞാൻ നിൽക്കത്തില്ല. നിങ്ങൾക്കിപ്പം ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഏകദേശം ഐഡിയ ബാക്കി കാര്യങ്ങളിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ഒന്നും പറയാതെ ഞാൻ ബാക്കി എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ മുന്നോട്ട് വിടുക. നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ചെയ്യുക. അല്ലാതെ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലത്തെ കാര്യങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. എനിക്കതിനുള്ള താല്പര്യമില്ല. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെറുതെ അനാവശ്യമായിട്ട് എന്നെ ചൊറിയാൻ വന്നാൽ തിരിച്ച് വാടച്ചിരിക്കുന്ന പരിപാടി എന്തായാലും എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകത്തില്ല. കൂടെ നിന്നപ്പോൾ ഉള്ള പരന്തുവാസിനെ അല്ല നീയൊക്കെ കണ്ടിട്ടുള്ളൂ. വെറുതെ ഉപദ്രവിക്കാൻ വരരുത്, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ അതിൽ കൂടുതലൊന്നും പറയുന്നത്. നിനക്ക് മാസമായിട്ടോ എന്തായിട്ടോ വേണേലും എടുക്കാം. കൂടെ നിൽക്കുമ്പോൾ ഉള്ള ബിഹേവിയർ അല്ല എൻ്റെ എതിരെ വരുമ്പോൾ. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ, വേറെ ഒന്നും എനിക്ക് പറയില്ല. കടന്നു വന്നാളെ ഓടിച്ചു വരുന്നതാ ചോദിക്കുന്നത്. ഇനി പറഞ്ഞു വരാൻ വന്ന അതാണോ കുരുതി വെക്കരുത്, അടിച്ചോണ്ട് പോകുന്നത്. പഠിച്ചു അത്രേ ഉള്ളു. കളി കളിക്കുന്നുണ്ടോ? ഞാൻ അവരോട് സംസാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഇമോഷൻസ് വെച്ചുള്ള ഗുണക്കളയൊന്നും ഞാൻ കളിക്കാറില്ല. അല്ല മിന്നെ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കും, ഞാൻ പറയാം. ബാബു ചന്ദ്രൻ നമ്മളിപ്പോ അകത്തല്ലേ, ടി വി അകത്തല്ലേ? ടിവിക്കകത്താണ്. എന്തിനോ കൊക്കെ നിക്കാണ് നമ്മള്. വാസു ഉണ്ടായി. ഓക്കെ. ഒരാളെ കളയാനം, ഒരാളെ രക്ഷിക്കണം. ഞാൻ ജീവിക്കുന്നത് പോലും എന്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടാ. ഒരാളെ അത്രയായിട്ട് എനിക്ക് രക്ഷിക്കണ്ട, ഞാൻ കൂടെ ചാടി ചാവും. അയ്യേ ക്രിഞ്ച് സാധനം വരുന്ന കേട്ടോ, അത് ഒട്ടും കൊള്ളൂലേ. വേറെ ആരെങ്കിലും ചോദിക്കണ്ടോ? വാസോണ ഒരു മിനിറ്റ് വന്ന ഒരു കാര്യം പറയണ്ടോ? എടാ നമ്മുടെ ഈ റിക്രൂട്ട്മെന്റ് ഒരു ഗ്യാങ് ആക്ടിവിറ്റി നടക്കുകയാണോ അവരുടെ അടുത്തൊന്ന് പറയോ, അത് കഴിഞ്ഞിട്ട് ഉടനെ സംസാരിക്കാന്ന് പറ. ഓക്കെടാ ഓക്കെ. വാസോണ ഞാൻ ഇവിടെയാണ് സംസാരിക്കണം, കേക്കാവോ? ഇപ്പൊ ഇതൊക്കെ എന്റെ പൊടി നമ്പർ അല്ലേ? അപ്പാപ്പൻ എവിടെയാണ് കൂറന്ന് നോക്കണ്ട എടുക്കണതിന് മുമ്പ്. മോലോമാര് ഇവിടെ കൂറും അവിടെ അല്ല ഞാൻ പറയാനില്ല ബാക്കി. അതുകൊണ്ട് നോക്കി കണ്ട് വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. ശ്രദ്ധിച്ച കളഞ്ഞില്ല രണ്ടുപേരും പിടിക്കും, സാധനത്തിൽ പിടിച്ചിരുന്നൊക്കെയാണ് പറഞ്ഞത്. ഉത്തരം 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ ചോദിക്കുക. റൂം ഇച്ചിരി വലിയ റൂമാണ് കൊടുക്കാൻ. ചന്ദ്രന് കൂടെ കിടക്കാൻ സ്ഥലം വേണം അതിന്റെ ഇടയ്ക്ക്. ഇല്ല സുമതി അമ്മ അത് പറഞ്ഞപ്പോഴാണ് അപ്പ എനിക്ക് വേറെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. നമ്മളെ ഈ കുടുംബത്തില് നമുക്ക് പെണ്ണുങ്ങളെ അനുമതിയല്ലായിരുന്നു. അപ്പൊ അമ്മായിയൊക്കെ അപ്പാപ്പൻ രാത്രി കൊണ്ടുവരുമെന്നൊക്കെ ഇവിടെ പറയണം ഓരോരുത്തര്. ആരാ പറഞ്ഞത്? സംശയമുണ്ട് ഈ കുടുംബത്തിൽ പെണ്ണുങ്ങളെ അലോഡ് അല്ലെങ്കിൽ ചന്ദ്രകനെ കൊച്ചുണ്ടായി. ഏതോ ഒരു പെണ്ണിന്റെ പുറകെ നടന്ന കാര്യമായിട്ട് ഞാൻ ഇവിടെ കഴിവുണ്ട് സ്വന്തമായിട്ട്. ഞാൻ പറഞ്ഞുതരാം. വെളിയിൽ പെണ്ണാവാം, മനസ്സിലായോ? വെളിയിൽ പെണ്ണാവാം. വീടിന്റെ ആട്ടമാരില്ലതല്ലേ. പക്ഷെ നമ്മളെ ഈ ജോക്കി, നമുക്കൊരു വേറൊരാളോടുണ്ട്, ഒരു ഗോഡ് ഫാദറോടുണ്ട്, ഒരു ജോക്കി വരുമ്പോ നമ്മളൊക്കെ അങ്ങ് അഭിനയിച്ചങ്ങ് നിൽക്കും, നമുക്ക് പെണ്ണൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ അത്രയ്ക്ക് കർക്കശക്കാരനല്ല. നമ്മുടെ പിള്ളേരൊക്കെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കട്ടെ. ജോക്കി അതുപോലെ ഇവിടെ വരുമ്പോ തന്നെ അല്ലേ അസ്ഥാന നല്ലൊരു തീരുമാനമാണ്. അങ്ങനെ വേണം, ഇങ്ങനെയാണോ ലീഡർമാരായി കഴിഞ്ഞാൽ. അതെ ഉള്ളു. ഈ അണ്ണും അപ്പാപ്പനും കൂടി പണ്ട് ഏതൊരു
പെണ്ണിന്റെ പുറകെ ഇവര് സമപ്രായക്കാരല്ലേ ഏതോ ഒരു പെണ്ണിന്റെ പുറകെ നടന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ ഞങ്ങളോ ഒരു പെണ്ണിന്റെ പുറകെ രണ്ടുപേരും നടന്നിട്ടേ. ജോഗിക്ക് അത്ര ഏജില്ല കേട്ടാ. അപ്പാപ്പനും ജോക്കിയൊക്കെ വരുമ്പോ നമ്മള് യങ്സ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യടാ? അറിയത്തില്ല ബ്രോ. അറിയത്തില്ല ബ്രോ. എന്ത് ചെയ്യല്ലേ? I don't know. യങ്സ്റ്റേഴ്സിനൊക്കെ ഒളിച്ചൊക്കെ രാത്രി ഇറങ്ങാം. ഏതാ കളിക്കാൻ അപ്പൊ ഗൈസ് ബാക്കി എല്ലാവരുടെ നമുക്കിനി ഒരു 3 റിക്രൂട്ട്മെന്റും കൂടി ഉണ്ട്. ലൈക്ക് അത് ഇതുപോലെ തന്നെ അപ്പാപ്പനെ പോലെ കിടിലം ഗൺപവറൊക്കെ ഉള്ള വലിയ പ്ലേയേഴ്സ് ആയിരിക്കും. ഇത് ചെയ്യാനായിരുന്നു അത്രയൊന്നും വേണ്ടായിരുന്നു. കുറച്ച് കൊക്ക കളിപ്പിക്കണ ആരാണെങ്കിലും കൊക്ക കളിച്ചിട്ട് എടുക്കും. നേരത്തെ ഓർക്കുന്നുണ്ടല്ലോ ഇങ്ങനത്തെ സാധനങ്ങളെ അറിയേ. ഇത് അതൊക്കെ നമ്മുടെ ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ടെസ്റ്റിംഗ് ആണ് അതൊക്കെ. നമ്മുടെ ടെസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ നമ്മുടെ അതൊക്കെ എല്ലാം ഒരു ടെസ്റ്റിംഗ് ആണ്. ചിലപ്പോ ഞങ്ങൾ തമാശക്ക് ടെസ്റ്റ് ചെയ്യും, സീരിയസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യും. പിന്നെ റാഗിങ് വരെ ഉണ്ട്. ചന്ദ്ര ഡെമോ ഒന്ന് കാണിച്ചു കൊടുത്തു. റാഗ് ചെയ്തടാ അപ്പാപ്പനെ. ആണോ? എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് അപ്പാപ്പൻ റാഗിയുള്ള സ്കില്ല് എനിക്കില്ല സത്യം പറയാല. എനിക്ക് ഇവിടെ പെർമിഷൻ റാഗിയുണ്ട്, പേടിപ്പിക്കണ്ടേ? മറ്റേ ഇത് ആന കളിക്കാൻ ഞാൻ പോളിക്കാം. അപ്പൊ മേളിക്കറി ആന കളിക്കാൻ മറ്റേ കണ്ടിട്ടില്ലേ മോഹൻലാലിന്റെ മറ്റേ സിനിമയില് റാഗിങ് ചെയ്യുമ്പോ കണ്ടിട്ടില്ലേ? ഞാൻ പേടിച്ചു വേണ്ടി കേറുന്നതിന് മുന്നേ പേടിച്ച്. അപ്പൊ റാഗിങ്ങിന് വഴങ്ങി തരും എനിക്കറിയാം. നീ റാഗിങ്ങല്ലേ പറയുന്നേ? അതെ അതെ ഉറപ്പാണ്. ഇവിടെ അങ്ങനെ നമ്മൾ പലതരം ടെസ്റ്റുകളാണ് അപ്പാപ്പ ചെയ്യണത്. നമ്മള് ഇത് തന്നെ ഒരു ടെസ്റ്റ് ആയിരുന്നു. ഇത് തന്നെ ഒരു ടെസ്റ്റ്. അപ്പൊ പേടിച്ചില്ലേ? പിന്നല്ല അയ്യോ അപ്പാപ്പ വെടിവെക്കാൻ അറിയാവുന്നവനെ മാത്രമായിട്ട് നോക്കി എടുക്കുന്നില്ല പാപ്പ. നന്നായി വാസുപന്നെ, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അഞ്ചനെ പോലെ റാ പോലെ കുനിയാൻ പറ്റണം, അതാണ് മെയിൻ. എന്തായാലും അപ്പാപ്പ വെൽക്കം ടു TV. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് പറയാൻ. അപ്പൊ ഇനി തൊട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കുറെ കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാനുണ്ട്. നമുക്കെല്ലാം ചെയ്യണം, എല്ലാം ഇതാക്കണം. അപ്പൊ വെൽക്കം വെൽക്കം വെൽക്കം. പാപ്പൻ വെൽക്കം. എനിക്ക് ഇതുപോലെ പല കളികൾ അറിയാം. 2 കളികൾ കളിക്കണം നമുക്ക്. അപ്പാപ്പ കൊക്ക കഴിഞ്ഞ് ഇനി അടുത്ത എന്റെ വേറൊരു സാധനം ഉണ്ട്, മല. നാളെ കളിക്കാത്. എടാ അപ്പൊ നമുക്ക് ചന്ദ്ര നമുക്ക് മറ്റേ അവരമാരുടെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. ഈ ഇവരെന്തോ അല്ല ഈ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് അവരായിരുന്നു വെളിയിലെന്തോ നിൽക്കുന്നത്, അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും